അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും കൊണ്ടോട്ടി ത്വരീഖത്ത് ഷിയാക്കളുമായി ബന്ധപ്പെട്ടതാണ് എന്നും അതുമായി കൊണ്ട് മാറ്റി നിർത്തണമെന്നും പഴയകാല പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളുടെ കുരുവട്ടൂരികൾ വന്നുകൊണ്ട് അത് വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിച്ചു. 10-15 വർഷങ്ങൾക്ക് മുമ്പ് പേരോട് ഉസ്താദിൻ്റെ ശക്തമായ ഇടപെടലുള്ള പ്രസംഗം കാരണം ആ കൊണ്ടോട്ടി ത്വരീഖത്തുകാരുടെ ആ നീർച്ചകളൊക്കെ നിന്നിരുന്നു. കൊട്ടും പാട്ടും ബാൻഡും ആനയും ഉള്ള എല്ലാ പരിപാടികളും നിന്നിരുന്നു. പക്ഷേ കുരുവട്ടൂരികളുടെ രംഗപ്രവേശനം അത് അവിടെ വല്ലാതെ ഫലം കണ്ടു. കാരണം കുരുവട്ടൂരികൾ കൊണ്ടോട്ടി ത്വരീഖത്തുകാർ ഓടൊപ്പം വല്ലാതെ ആവേശം കൊണ്ടു, ഷിയാക്കളോടൊപ്പം വല്ലാതെ ആവേശം കൊണ്ടു. അത് മാത്രമല്ല, അത് വലിയൊരു സംഗതിയാക്കാൻ വേണ്ടിക്കൊണ്ട് തീരുമാനിക്കുകയും ചെയ്തു. അവിടെ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി കൈകാര്യം ചെയ്തത് ശരിക്ക് കുരുവട്ടൂരികളാണ്. ആ കുരുവട്ടൂരികളുടെ പ്രവർത്തനം കാരണം കൊണ്ടോട്ടി നീർച്ചയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്വാനെ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, അതൊന്ന് കേട്ടു നോക്കൂ. 10-14 വർഷമായിട്ട് കൊണ്ടോട്ടി നേർച്ച മുടങ്ങി നിൽക്കുകയാണല്ലോ. അപ്പം ഇതിനു വേണ്ടി നമ്മൾ 14 വർഷമായിട്ട് കൊണ്ടോട്ടി നീർച്ച മുടങ്ങി നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞത് അന്ന് പേരോട് ഉസ്താദിൻ്റെ ശക്തമായ പ്രഭാഷണം കാരണം അതൊക്കെ മുടങ്ങിയിരുന്നു. അതാണ് പറഞ്ഞത്. എങ്ങനത്തെ നീർച്ച? ഇവരുടെ കൂത്താട്ടവുമായി ബന്ധപ്പെട്ട നീർച്ച. അതല്ലാതെ നമ്മളൊക്കെ നീർച്ച നടത്താറുണ്ട്. ആ നീർച്ചയിൽ മൗലൂദോതും യാസീനോതും ചോറുണ്ടെങ്കിൽ അതും ചോറും കൊടുത്തു കണ്ട് സ്വലാത്തും ചൊല്ലി പിരിച്ചുവിടുന്ന പരിപാടികൾ, ആ മരണപ്പെട്ടു പോയ ആളുകളെന്ന് സ്മരിച്ചുകൊണ്ട്. ഇവരുടേത് അങ്ങനല്ല. ഇവരുടേത് ആണും പെണ്ണും ഒരുപോലെ നിന്ന് ചാടുകയും ഡാൻസുകളും നൃത്തം വെക്കുകയും ആനയും ചാട്ടും കൂട്ടും ഫിസിലടിയും സംഗീതവുമായിക്കൊണ്ട് കൂക്കിയാർക്കുന്ന ഈ പരിപാടി അത് പേരോട് ഉസ്താദ് ശക്തമായിക്കൊണ്ട് എതിർത്തു. അത് നിർത്തലാക്കി. ആ നിർത്തലാക്കിയത് 10-15 കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷം പുനർജന്മം കൊടുക്കുന്നത് അത് കുരുവട്ടൂരികളുടെ പിൻബലം കൊണ്ടാണ്. എല്ലാവരും അവനമാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മധ്യസ്ഥമായിട്ടും കാര്യങ്ങളായിട്ടും മുന്നോട്ട് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ആ ഒരു വിജയ ദിവസമാണെന്ന്. കാരണം വളരെ വർഷപ്രസക്തി അറിയിച്ചൊരു സ്ഥലമാണ് കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ. കേരളവും കേരളത്തിൻ്റെ പുറത്തും അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. ആയിരക്കണക്കിന് സൂഫിയാക്കൾ റിളാദൊക്കെ ഇരുന്നതും ചില്ലൊക്കെ ഇരുന്ന സ്ഥലമാണ് കൊണ്ടോട്ടി കുബ്ബ എന്ന് പറഞ്ഞത്. ഒരു കാലഘട്ടം കൊണ്ടോട്ടി നിറച്ചു ജനമധ്യമായിരുന്നു. ഇവിടെ ജാതി മതമോ അങ്ങനെയുള്ള ഒന്നുമില്ല. എല്ലാം, അതായത് ഇവിടെ മക്ബറയെ സംബന്ധിച്ചോളം ആണിനും പെണ്ണിനും എല്ലാവർക്കും ഒരുമിച്ച് കയറി സിയാറത്ത് ചെയ്യാം. കണ്ടില്ല നിങ്ങൾ? ആണിനും പെണ്ണിനും ഒരുപോലെ ഒരുമിച്ചിരുന്ന് സിയാറത്ത് ചെയ്യാ. വല്ലാത്തൊരു കറാമത്ത് തന്നെയാണ്. അങ്ങനെ കേരളത്തിൽ ഏക ഒരു മക്കാമും കൂടിയാണ് കൊണ്ടോട്ടി കുബ്ബ. ഇത് അജ്മീർ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരുമിച്ച് നിന്ന് സിയാറത്ത് ചെയ്യുന്ന ഏക സ്ഥലമാണ് കൊണ്ടോട്ടി. അപ്പോൾ അത്രയും ജാതി മതം എന്നീ എല്ലാ മനുഷ്യർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു ഭാഗമാണ് കൊണ്ടോട്ടി കുബ്ബ. കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കുമുള്ളൊരു ആഘോഷമാണ്. അതായത് ഒരു മതത്തിൻ്റെ മാത്രമല്ല, 4 മതസ്ഥരും ഒരുപോലെ ഉല്ലസിക്കുന്നതും ആഗ്രഹിക്കുന്ന ഒരു നേർച്ചയാണ് കൊണ്ടോട്ടി നേർച്ച. അതാണ് ഇന്നിവിടെ സഫലമായിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വന്ന സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നേർച്ചകളും മഖാമത്ത് കേന്ദ്രീകരിച്ച് നടന്നിരുന്ന പ്രവർത്തനങ്ങളെല്ലാം കുറച്ചു കാലമായിട്ട് നിലനിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് എന്തിൻ്റെ പേരിലാണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് പൊന്നാര കാക്ക, പറയാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർത്തലാക്കിയത്. അതുപോലത്തെ ഒരുപാട് കാര്യം ശറഇന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എല്ലാ ജാതികൾക്കും വരാം. അതെല്ലാം ആ മക്കാമിലും എന്നല്ല, എല്ലാ മക്കാമിലും ജാതി മതഭേദമന്യേ എല്ലാവരും കയറി ഇറങ്ങും. പിന്നെ പെണ്ണുങ്ങൾ നിന്നുകാണ്ട് കൂത്താടുക. എന്താ ഈ പറയണത്? അടുത്തത് പറയും. ഇല്ലാതായി പോയത് തിരിച്ചു കൊണ്ടുവരാനും കൂടി സൂഫി ഇസ്ലാമിക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട. എങ്ങനെയുണ്ട്? സൂഫി ഇസ്ലാമിക് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അഥവാ ഇതിൻ്റെ പിന്നിൽ നല്ല വൻ കരങ്ങളാണ് നമ്മുടെ കുരുവട്ടൂരികൾ. നൗഷാദ്, കുഞ്ഞഹമ്മദ്, പമ്പൈസ്, ഇവരൊക്കെ വൻ കരങ്ങളാണ്.
സ്ഥലമാണ് ഈ കൊണ്ടോട്ടി. ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധിയാർച്ച ഒരു നേർച്ച പഴയ കാലഘട്ടം. അന്ന് മീഡിയകളില്ലാത്തത് കൊണ്ട് അത് എല്ലായിടത്തും എത്തപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് മീഡിയകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയുടെ പ്രാധാന്യം ആ ലോക ജനതയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കൂടി ഒരു കടമയും ഒരു കർത്തവ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് MH അബ്ദുള്ള കോയ ജിഫ്രി തങ്ങൾ. സൂഫി ഇസ്ലാമിക് കേട്ടില്ല നിങ്ങൾ? ഈ പറഞ്ഞ ഈ വിദ്വാൻ ഇയാൾ പറയുന്നതൊന്ന് കേട്ട് നോക്കിട്ടോ. ഈ പറയുന്ന ഈ വിദ്വാൻ വേറെ ഒരു തൊടിയിലൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ സംസാരിക്കുന്നത് കേട്ട് നോക്കി. സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഗവൺമെൻറ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭാരതം? ഭാരതത്തിൻ്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വിദ്വാനാണ് ആ പറഞ്ഞത്. ആ കൊണ്ടോട്ടി നേർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആൾ ഈ വിദ്വാനാണ്. കേട്ടില്ല നിങ്ങൾ? മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ചങ്ങായിമാരെ, എന്തിനാ മതം വെടിയുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ? മനുഷ്യനെ സ്നേഹിക്കാൻ മതം വെടിയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കാമല്ലോ. പിന്നെ മാത്രമല്ല, എന്തൊക്കെയോ വേണ്ടാത്തത് ഇവരുടെ ഈ കാട്ടിക്കൂട്ടലിൽ. എന്താണ് ഈ പറയുന്നത്? ഇസ്ലാമെന്ന് പുറത്തല്ല ഇതൊക്കെ, ഈ സംസാരങ്ങളൊക്കെ. ഇതന്നല്ലേ നൗഷാദും കുഞ്ഞാമും പറയണേ. ഇനി കുഞ്ഞാമീൻ്റെ ഇതിലേക്കൊന്ന് കടന്നു നോക്കുക. നമുക്ക് കുഞ്ഞാമീൻ്റെ ഒന്ന് കേട്ടു നോക്കുക. എന്തേ അവിടെ പറഞ്ഞ വാക്ക് നോക്ക, എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. ഒന്ന് കേട്ടോക്കി. ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊക്കെ രാക്ഷസന്മാരുണ്ടോ അവരിൽ നിന്നൊക്കെ രാജ്യത്തെ രക്ഷപ്പെടുത്തി മുന്നോട്ടു പോകാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന മോദിജിക്ക് കരുത്തു പകരണം. എങ്ങനെയുണ്ട്? ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡിജിക്ക് കരുത്ത് പകരണം. ആ കരുത്ത് പകർന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കി. മമ്പുറം തങ്ങൾ ഒരിക്കലും മതത്തിൻ്റെ ആളല്ല. അദ്ദേഹം സൂഫികളുടെ ഗുരുവാണ്. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലബാറിൻ്റെ ഐശ്വര്യമാണ്. ഈ ഒരു തത്വം ഇന്ന് അന്യം നിൽക്കുകയാണ്. മതം പറഞ്ഞുകൊണ്ട് ഇസ്ലാം അതാണ് സ്വർഗം, മറ്റുള്ളവരൊക്കെ നരകം. ഈ ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇസ്ലാമും മുസ്ലിമും ഒന്നാണ്, കാഫർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരാണ്, ഈ ഒരു വിശ്വാസധാരയെ ഇവിടെ ഇല്ലാതാക്കുകയും തൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവനിഷേധമുണ്ടാകുന്നു അവൻ കാഫിറാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് സൂഫി ബോർഡ് നിലനിൽക്കുന്നത്. കേട്ടില്ല? ഇതൊക്കെ കുഞ്ഞേമീൻ്റെ ഏറ്റവും വലിയ ശേഖന്മാരാ. ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇത് പറയാൻ, ആർജവത്തോടുകൂടി പറയാൻ, ആരെയും ഭയപ്പെടാതെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഉറപ്പല്ലേ? നിങ്ങൾക്ക് കഴിയുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ കഴിഞ്ഞ തന്നെയല്ലേ ഇപ്പൊ തെളിയിച്ചത്? അതാ സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഗവൺമെൻറ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭാരതം? ഭാരതത്തിൻ്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണിപ്പോൾ കുഞ്ഞേമ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേശീയ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുമായിക്കൊണ്ട് എന്താണ് സൂഫിസം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞേമ്. ഇത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാണത്? ഈ മോയന്തൊക്കെ എന്താ നിരീശ്വരത്വമാണ്. ഇപ്പം ഇവരൊപ്പം നിന്നുകാണ്ട് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോത്തിലുള്ള ചങ്ങായി ജാമിദ ടീച്ചറോടൊപ്പം നിസ്കരിച്ചാണ്ടതിനാളാ. ജാമിദ ടീച്ചറോടൊപ്പം നിസ്കരിച്ചാണ്ടതിനാളാ. അവൻ്റെ ഒപ്പം നിന്നിട്ടാണ് ഈ നൗഷാദും കുഞ്ഞേമ്മ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൈയൊക്കെ മുറുക്കി പിടിച്ച് സൂഫീസത്തിൻ്റെ എന്താണ് സൂഫീസം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. മനസ്സിലായില്ലേ? ദേശീയ ഗവൺമെൻറ്റിനെ തൃപ്തിപ്പെടുത്താൻ. ബാക്കി കേൾക്കുക. എന്തുകൊണ്ട് കഴിയും? എന്തുകൊണ്ട് കഴിയും? ഞങ്ങൾ മൊയ്ലിയമാരെ ഇസ്ലാം സ്വീകരിച്ചവർ അല്ല. മനസ്സിലായില്ലേ? ഇവൻ മൗലിയമാരെ ഇസ്ലാം സ്വീകരിച്ചവർ അല്ല. പിന്നെ ആരുടെ ഇസ്ലാം സ്വീകരിച്ചവരാണ്? അതാ കേട്ടോളി. സാറേ, സാറിലുള്ള ദൈവത്തെ അല്ലാതെ ആകാശത്തിലുള്ള ഒരു ദൈവത്തിനെ ആരാധിക്കാൻ സാറിന് കഴിയില്ല. അതെ, ഞാൻ തന്നെയാണ് ദൈവം. അതാണ് തത്വമസി എന്ന് പറയുന്ന പോലെ. മൗലിയമാരെ ഇസ്ലാം സ്വീകരിച്ചവനല്ല. പിന്നെ തത്വമസിയിലാണോ ഉള്ളത്? തത്വമസി ഈ പറഞ്ഞു കേട്ട് നിങ്ങൾ
ഐ ഐ ഐ ഐ എന്താല്ലേ നൗഷാദിൻ്റെ കുരുവട്ടൂരികളുടെ ഇസ്ലാം. ഞങ്ങൾ മുത്ത് റസൂല് പഠിപ്പിച്ച ഇസ്ലാം, ഔലിയാക്കള് പഠിപ്പിച്ച ഇസ്ലാം, മശായിഖന്മാര് പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞേമീന് ശരിക്കും പിരാന്തല്ലേ? ഏയ് മൂല്യന്മാര് പഠിച്ച ഇസ്ലാമല്ല ആദ്യം പറയാം, എന്നിട്ട് പറയാം ഞങ്ങൾ മുത്തുനബിൻ്റെ ഇസ്ലാമാണ്. എന്തത്തെ ചങ്ങായി കള്ളുടിച്ച് കണ്ട പ്രസംഗിക്കാൻ പോലെ, പട്ടച്ചാരായം കുടിച്ച് കണ്ട പ്രസംഗിക്കാൻ പോലെ. അതുകൊണ്ടു തന്നെ ഞങ്ങൾക്കവിടെ ആരെയും ഭയപ്പെടേണ്ടതില്ല. പേടിക്കാൻ എനിക്കില്ലേ? എൻ്റെ ശേഖന്മാരൊക്കെ കാണിച്ചല്ലോ, എൻ്റെ ശേഖന്മാരൊക്കെ കാണിച്ചു, ഒരു പറഞ്ഞതൊക്കെ കേട്ടല്ലോ, തത്വമസിയൊക്കെ കേട്ടല്ലോ. എന്തേ ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താ? ഊസീകും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ. ആ റിയാദുസ് സാലിഹീനെങ്കിലും ഒന്ന് ഓതി പഠിക്കാമായിരുന്നില്ലേ മൗലിയമാരെ? നിങ്ങൾക്ക് റിയാദുസ്സാലിഹീനൊക്കെ ഓതി പഠിക്കാമായിരുന്നു, പക്ഷേ കൂടുതൽ വായിക്കണ്ട. അപ്പം ഇതിനാകെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? പിന്നെ ഈ മുത്തഫരിദ് ഓതാൻ പോകേണ്ടി വരും, ചിലപ്പോൾ പത്തിത്താബ് ഓതാൻ പോകേണ്ടി വരും. വല്ലാതെ വായിക്കണ്ട കേട്ടാ. സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ് അതിൽ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുന്നവരെ, അതെങ്കിലും ആ ഹദീസെങ്കിലും ഒന്ന് പഠിക്കാമായിരുന്നില്ലേ? എന്തേ പറഞ്ഞത്? നിങ്ങളുടെ ഭരണാധികാരികളായ ഒരു ടീമിനെ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു അമീറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഭരണാധികാരി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടുകൊള്ളണം. അതാണ് സംഗതി. അമീറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അമീറിന് വഴിപ്പെടണം. അഥവാ ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത് മോഡിയാണല്ലോ, അപ്പോൾ മോഡിജി എന്താണ് പറയുന്നത് അത് കേൾക്കണം. അതാണ് ഞങ്ങളുടെ ഇസ്ലാമിക് സൂഫിസം. ആ സൂഫീസാണ് ഇപ്പം എന്ത് ചെയ്യണത്, ഓര് നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ മോഡിജിക്കും അതുപോലെ തന്നെ ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എതിർത്ത ത്വരീക്കത്തുകാരൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അതൊക്കെ സമസ്തക്ക് അന്ന് ചിന്തിച്ച ആ ചിന്തകൾ തെറ്റായിപ്പോയി. അവർ ചിന്തിച്ച ചിന്തകൾ അഥവാ ശംസുൽ ഉലമയടക്കം തെറ്റുപറ്റിപ്പോയി, കണ്ണിയത്തുസ്താദിനടക്കം തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾ പറയുന്ന 2-3 ആളുകൾ പറയുന്നതാണ് ശരി. ആയതുകൊണ്ട് ശംസിയ ത്വരീക്കത്തുകാരെ മുട്ടുകുത്തിച്ചതാണ് ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമേൻ്റെ അടുത്ത് വരെ തെറ്റുപറ്റിയെന്നല്ലേ ഇവർ പറയുന്നത്.